എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് ബാറിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചൊന്ന് പിടയ്ക്കും. വേറൊന്നുമല്ല, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ MVD പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ളൊരു ഫൈൻ വരും, അല്ലെങ്കിൽ ലൈസൻസ് പോകാനുള്ള വകുപ്പുണ്ട്. പിന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മളൊരു ഇൻ്റർവ്യൂക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഓട്ടോ പൈലറ്റുള്ളൊരു വാഹനമാണ്. ഇനിയിപ്പോൾ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ട് വിടുമെന്നുണ്ടെങ്കിൽ അതല്ലേ സൗകര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വാഹനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വേൾഡിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും ടെക്നോളജി പരമായിട്ട് മുമ്പ് വയ്ക്കുന്ന ഒരു കമ്പനിയാണ് ടെസ്ല എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്ലയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ഇന്ത്യൻ ഗവൺമെൻറ് കുറേ റെസ്ട്രിക്ഷൻസ് വെക്കുകയാണ്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇവിടെ വണ്ടി വിറ്റാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ടെസ്ലയുടെ മോഡൽ നമ്പർ 3 എന്ന് പറഞ്ഞൊരു വാഹനമാണുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങനൊരു വാഹനം ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് സജിത്ത് എന്ന് പറയുന്നൊരു നമ്മുടെ പ്രിയ സുഹൃത്ത് ദുബായിൽ നിന്ന് കാർനെറ്റ് വഴി കൊണ്ടുവന്നൊരു വണ്ടിയാണ്. അപ്പോൾ 6 മാസത്തോളം നമ്മുടെ ഇന്ത്യയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേരളത്തിലെ കൊല്ലത്താണ് ഈ വാഹനം ഉള്ളത്. അപ്പം കൊല്ലത്തിൻ്റെ റോഡുകളിൽ കൂടെ ടെസ്ല ഓടുന്നതായിരിക്കും. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ ഇവിടെ നമ്മുടെ റോഡുകളുടെ എല്ലാ സംവിധാനങ്ങളും ഒന്നും കൃത്യമല്ലാത്തത് കൊണ്ട് നമുക്ക് ഓട്ടോ പൈലറ്റ് ഒന്നും ഓടിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വാഹനം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സോ എഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ടെസ്ല എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യം ഇതിൻ്റെ മുതലാളിയെക്കുറിച്ച് പറയണം, എലോൺ മസ്കിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. ട്വിറ്റർ ഇപ്പോൾ അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. അതിലും ഉപരിയായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ ചിന്തിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ നിലവിൽ നാസ നേരിടുന്ന ഒരു വിഷയമുണ്ട്. അതായത് ഇപ്പോൾ ഓൾറെഡി ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിലേക്ക് ഉള്ള കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്ക് ചെറിയൊരു സാങ്കേതിക പ്രശ്നം കൊണ്ട് ഇങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവരുടെ സ്പേസ് എക്സ് എന്ന് പറയുന്ന മിഷനിൽ കൂടെ അവരെ തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നാസ പോലൊരു ഏജൻസിയെ പോലും സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിവുള്ളൊരു വലിയ കമ്പനിയാണ് ഈ പറയുന്ന എലോൺ മസ്കിൻ്റെ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ഉടമസ്ഥതയിലുള്ള ഒരു വാഹനമാണ് ടെസ്ല എന്ന് പറയുന്നത്. അപ്പം വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച ഓട്ടോണോമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് ഉള്ള ഒരു കാറാണ്. അതായത് നമ്മൾ മാപ്പിനകത്ത് ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തിൽ നിന്ന് ആ സ്ഥലത്തേക്ക് ഈ വാഹനം കൊണ്ടുപോയിക്കോളും. നമുക്കിനി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇരുന്ന് ഉറങ്ങുകയോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു വരുന്നത്. എന്നാലും നമുക്ക് ഇതുപോലെ അങ്ങനെ പല റിപ്പോർട്ടുകളും കേട്ടിട്ടുണ്ട്. കാനഡയിലൊക്കെ ആളില്ലാതെ കാർ ഓടിപ്പോയെന്ന് പറഞ്ഞ് പോലീസ് പിടിച്ച് നോക്കിയപ്പോഴത്തേന് അടിച്ച് ബൂസായിട്ട് ഉറങ്ങുന്ന കേസുകളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ വാഹനം നമ്മളെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വാഹനം തന്നെ കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള എല്ലാ സാങ്കേതിക വിദ്യയും ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ടെസ്ല എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും വിറ്റ മോഡലാണ് മോഡൽ നമ്പർ 3 എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഓൾറെഡി ഇവിടെ കൊല്ലത്ത് നമ്മുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള സജിത് ഭായി ഒരു വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ വാഹനം നിങ്ങളെ ഇന്ന് കാണിക്കാണ്ട് പോവുകയാണ്. അപ്പം ടെസ്ലയെക്കുറിച്ച് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഓട്ടോണോമസ് കാർ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ടെസ്ലയ്ക്കകത്ത് ഈ ഒരു വാഹനത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇലക്ട്രിക് കാർസ് കണ്ടിട്ടുണ്ട്, പക്ഷേ ആ ഒരു കോൺസെപ്റ്റിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു വാഹനമാണിത്. കാരണം ഇത് കൂടുതലായിട്ട് AI വർക്ക് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണം. വണ്ടി തന്നെ ചിന്തിച്ച് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യും. തന്നെ വാഹനം ഓടാനുള്ള എല്ലാ സാങ്കേതികതയ്ക്കൊപ്പം തന്നെ ആക്സിഡൻറ്റുകൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും, അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നോ അതിനേക്കാളും ആക്യുറേറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ലോജിക്സാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ബേസിക്കലി നമുക്ക് ഈ വാഹനം ഇപ്പം വന്നിരിക്കുന്നത് ദുബായിൽ നിന്ന് കാർനെറ്റ് വഴിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 6 മാസത്തോളം നമുക്ക് ഈ വാഹനം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ റെഡ് കളറുള്ള വാഹനം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ സജിത് ഭായിയുടെ ആണെന്ന് ഓർത്തോണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കാം. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ലുക്കുകളെക്കുറിച്ച് ഉള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് സ്പോർട്സ് കാറിൻ്റെ ഒരു ലുക്കുള്ളൊരു വാഹനമാണ്. ഭയങ്കരമായിട്ടുള്ള എയറോഡൈനമിക് ഡിസൈനിലാണ് ഈ വാഹനത്തെ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നീളൻ ബൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ആ ഒരു ടെസ്ലയുടെ ലോഗോ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ടെസ്ലയുടെ ലോഗോ എന്ന് പറയുന്നത് ഒരു T ആണ്. അപ്പം ഇത് എന്താണെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അതായത് ഇത് യൂട്രസിൻ്റെ ഒരു ഷേപ്പിലാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും അതല്ല, നമ്മുടെ ഒരു മോട്ടറിൻ്റെ, അതായത് ഒരു മോട്ടറിനകത്തുള്ള റോട്ടറിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. ഞാൻ ചെറിയൊരു പടം അവിടെ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു T ആണ് വരുന്നത്. അപ്പോൾ ഈ കമ്പനിക്ക് ടെസ്ല എന്നുള്ള പേരിടാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിക്കോളാസ് ടെസ്ലയുടെ പുള്ളിയോടുള്ള ഒരു ആദരവിൻ്റെ പുറത്തിട്ടിരിക്കുന്ന പേരാണെന്ന് പറയുന്നത്. അപ്പം നിക്കോളാസ് ടെസ്ല ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ഓൾട്ടർനേറ്റീവ് കറണ്ട്, AC കറണ്ടിൻ്റെ സാധ്യതകൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹമാണ് നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സാധാരണ കൺവെൻഷനായിട്ടുള്ള വാഹനങ്ങളുള്ള ഗ്രില്ലുകളൊന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല. ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട് ഫേസ് തന്നെയാണ്. LED കറണ്ടിൻ്റെ ചിലവുകൾ കുറയ്ക്കാനായിട്ട് ഹാലജൻ ബൾബ്സോ അങ്ങനെയൊന്നും ഇല്ല, മൊത്തം LED ആണ് വരുന്നത്. മെയിനായിട്ട് നമുക്ക് ഈ ഒരു വശത്തെ ലൈറ്റ്സിൻ്റെ ആ ഒരു സംഭവം എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആഴെ ഫോഗ് ലാമ്പ് കാണാം. നല്ല ഒഴുക്കൻ ഡിസൈനിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു വാഹനമാണ്. നമുക്കിനി സൈഡ് പ്രൊഫൈലിലേക്ക് പോകുന്ന സമയത്ത് വാഹനത്തിനകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു അലോയ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി ഇതൊരു അലോയ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ഓക്കെ, അലോയ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പക്ഷേ ഇതിൻ്റെ മുകളിലൊരു കവേഴ്സ് ഉണ്ട്. കൂടുതലായിട്ടും എയറോഡൈനാമിക്കലായിട്ട് വരാൻ വേണ്ടിയുള്ള ഒരു കവറിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നടുക്കുന്നതൊക്കെ ടെസ്ലയുടെ ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്ത് 8 ക്യാമറകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് 360 ഡിഗ്രി ടെസ്ല വിഷൻ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ വശത്തും അത് ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിലാണെങ്കിലും ക്യാമറയുണ്ട്. പിന്നെ പറഞ്ഞു വരുവാണെന്നുണ്ടോ ഈ ഒരു പില്ലറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ക്യാമറയുണ്ട്. അതുപോലെ എല്ലാ ഭാഗത്തും ക്യാമറ കൊടുത്തിരിക്കുകയാണ്. വാഹനം ഇപ്പോൾ ഓഫായിട്ട് നിർത്തിയിരിക്കുന്ന സമയത്ത് പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ക്യാമറ 24 മണിക്കൂറും നമ്മൾ ചെയ്യുന്നതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം സർവിലൻസ് ഉള്ളൊരു വാഹനമാണ്. ഈ ക്യാമറാസ് പ്ലസ് നമുക്കറിയാം, നമുക്ക് ഇന്ന് നിലവിൽ ഓട്ടോണോമസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന പല ഓട്ടോണോമസ് എന്നല്ല, നമ്മുടെ വാഹനം നമുക്ക് അഡാസിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ പല വാഹനങ്ങളും കേട്ടിട്ടുണ്ട്. ഇപ്പം ലെവൽ 2 വരെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പ് നോച്ചിലാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിന് മുകളിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഈ വാഹനത്തിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമറാസ് ഉണ്ട്. അതുമാത്രമല്ല, ഈ വാഹനത്തിനകത്ത് റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള കാറുകൾക്കൊക്കെ നമ്മുടെ ഇവിടെയുള്ള അഡാസിലുള്ള കാറുകൾക്കൊക്കെ ഫ്രണ്ടിലായിരിക്കും റഡാർ എന്ന് പറയുന്നത്. പക്ഷേ ഈ വാഹനത്തിൽ ലിഡാറാണ് ഉപയോഗിക്കുന്നത്. സൈഡിൽ കുറേ ഭാഗത്ത് ഈ സംഭവങ്ങൾ ഇൻബിൽട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയം അതിൻ്റെ കൂടെ അടുത്ത ആൾ വരെ നിൽക്കുന്ന സമയം വാഹനം സെൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലഷ് ആയിട്ട് വരുന്ന ഡോർ ഹാൻഡിൽസ് ആണ്. അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു കൈപ്പിടി പോലെ ഒന്നും പിടിക്കാനായിട്ട് പറ്റില്ല. കാരണം ഇത് അകത്ത് തന്നെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോസ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രെയിംലെസ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ മെയിനായിട്ട് വരുന്ന ഇതുപോലെയുള്ള ഒരു കീ കാർഡാണ് വരുന്നത്. കീ കാർഡ് എന്ന് പറയുമ്പം നമ്മൾ ഹോട്ടൽ റൂംസിലൊക്കെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കാർഡല്ലേ. അപ്പോൾ നമ്മളിത് ഡോറിൻ്റെ സൈഡിൽ നമ്മൾ വെച്ച് കഴിയുമ്പോഴാണ് കണ്ടോ ഈ വാഹനത്തിൻ്റെ മിറേഴ്സൊക്കെ ഇവിടെ ഓപ്പൺ ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിത് തുറക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്ട് ഇങ്ങനെയാണ് ഈ ഡോർ ഓപ്പൺ ആയി വരുന്നത്. പിന്നെ ഫ്രെയിംലെസ് വിൻഡോ ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് അകത്ത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അകത്താണ് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് കാണാനുള്ളത്. അപ്പം നമുക്ക് ലോക്ക് ചെയ്യാനും പറ്റും. കണ്ടോ, ഈ താക്കോൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ലോക്കായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ നമുക്കൊരു ഒരു പ്രീമിയംസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഗാർണിഷിങ് എലമെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെയാണ് പ്രത്യേകത. ഇപ്പോൾ വേറെ കാര്യം ഇതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റൂഫാണ് കേട്ടോ. അതായത് നമുക്ക് ഫുള്ള് നമുക്ക് ആകാശം കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഗ്ലാസ് ആണ് കംപ്ലീറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് ആണ് വരുന്നത്. അപ്പോൾ അകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആകാശം കാണാനായിട്ട് വരും, ഫുൾ ടൈം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് UV കട്ടഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഈ പറയുന്ന സംഭവങ്ങൾ നമ്മുടെ ദേഹത്തേക്കൊന്നും അടിക്കുന്നുണ്ടാകുന്നില്ല. അപ്പോൾ ബാക്കിലെ ടയറും സെറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് വരാം. ഇതൊരു കൂപ്പ ഡിസൈൻ വരുന്നൊരു വാഹനമാണ് കേട്ടോ. കാരണം ചെരിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു റൂഫാണ്, ഫുൾ ആയിട്ടുള്ള ഫൈബർ ഗ്ലാസ് ആണ് മുകളിലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെസ്ലയുടെ ലോഗോ ഇവിടെ കാണാം. ബാക്കിൽ ലൈറ്റിൻ്റെ ക്ലസ്റ്റേഴ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്പർ പ്ലേറ്റ്സും കാര്യങ്ങളും ഇവിടെ കാണാം. പിന്നെ അത് ഡ്യുവൽ മോട്ടറാണ് വരുന്നത്. ഇത് ശരിക്കും നമുക്ക് ലോങ് റേഞ്ച് വരുന്നൊരു വാഹനമാണ്. ഒറ്റ ചാർജിൽ 550 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും രണ്ട് സ്ഥലത്തും മോട്ടേഴ്സ് ഉണ്ട്. ആ മോട്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു 4 വീൽ ഡ്രൈവ് ആയിട്ടാണ് ഈ വാഹനം വരുന്നത്. ഇതിന് തന്നെ റിയൽ വീൽ ഡ്രൈവ് ഒക്കെ ഉള്ള വാഹനങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതിനകത്ത് ഈ മോഡൽ നമ്പർ 3 ഏറ്റവും ടോപ്പായിട്ട് വരുന്നൊരു വേർഷനാണ്. റെഡ് കളർ. ഈ കളറിന് തന്നെ അഡീഷണൽ ആയിട്ട് പൈസ കൊടുക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് സെൻസേഴ്സാണ് വാഹനത്തിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ വശത്തെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ വശത്തേക്ക് വരാം. ഇപ്പുറത്തേക്ക് വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് സൈഡിൽ ഈ വശത്തും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ കാർ ഓടിക്കുന്ന പോലല്ല ഈ വശത്ത് നല്ല കയറുന്നത്. ഇത് അപ്പുറത്തെ വശത്തു നിന്ന് കയറണം. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വണ്ടിയാണ്, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിനകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ അകത്തേക്കുള്ളൊരു കാഴ്ചയാണ് കാണിക്കുന്നത്. ഏറ്റവും പ്രീമിയം ആയിട്ട് വരുന്ന ടെസ്ലയുടെ ഇൻറ്റീരിയേഴ്സാണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊരു ഇലക്ട്രിക് കാറിൻ്റെ പോലെ തന്നെ നമുക്ക് ആക്സിലേറ്ററും ബ്രേക്ക് പെഡലുകളും മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ ആയിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻസിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിലേക്ക് ഒന്ന് കയറിയിരിക്കാം. അങ്ങനെ ഒരു ടെസ്ലയുടെ അകത്തിരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഡോർ പാഡ് മുതൽ പറഞ്ഞു തരാം. നമുക്ക് ഇവിടെ എല്ലാം ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് വരുന്നത്. അവിടെ ഒരു വൈറ്റ് കളർ എലമെൻറ്റ് വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്വിച്ചസും കാര്യങ്ങളും. ഇവിടെ സ്പീക്കേഴ്സ് ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് നിങ്ങൾ നോക്കുകയാണ്, കുറച്ചുകൂടെ ഒന്ന് ക്ലോസറായിട്ട് വന്നേ. അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോറ്റ സ്വിച്ച് പോലും കാണാനില്ലെന്നുള്ളതാണ്. ഈ വാഹനം ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ഡിസ്പ്ലേയിലാണ് കംപ്ലീറ്റ് പരിപാടിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ബെറ്റർ വ്യൂ നിങ്ങൾ അകത്തുനിന്ന് കാണുന്നതായിരിക്കും നല്ലത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് വരുന്ന ഒരു വാഹനത്തിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ സാധാരണ അപ്പുറത്തിരുന്നിരുന്ന് ശീലിച്ചിട്ട് ഇപ്പുറത്തോട്ട് ഇരിക്കുമ്പോൾ എന്തോ പോലെയൊക്കെ തോന്നുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ടെസ്ലയുടെ ലോഗോ ആണ്. ഇവിടെ 2 റോട്ടർ ഡയൽസ് ആണ് കേട്ടോ. അതായത് ഈ ഒരു സ്ക്രീനിലെ കൺട്രോൾസ് കംപ്ലീറ്റ് മാറ്റുന്നതൊക്കെ ഈ 2 റോളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്തൊരു ഇൻസ്ട്രുമെൻറ്റ് പാനൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ സാധാരണ പോലെ ഒരു മീറ്റർ ഡയലും കാര്യങ്ങളൊക്കെ ഇല്ല. അതിന് പകരം അവിടെ ചെറിയൊരു ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ആ ഡിസ്പ്ലേയിലാണ് വാഹനത്തിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ വാഹനം കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. അത് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്പ്ലേയിലാണ്. ഈവൻ നമ്മൾ വാഹനത്തിനകത്ത് ഒരു സ്വിച്ച് നിങ്ങൾ നോക്കിയാണോ, ഈ ഒരു വശത്ത് ഒരു സ്വിച്ച് പോലും കാണാനില്ല. ആകപ്പാടെയുള്ള സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിങ്ങിനകത്ത് കൊടുത്തിരിക്കുന്ന സ്വിച്ച് മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്വിച്ചസും ഈ വാഹനത്തിനകത്ത് ഇല്ല. അപ്പോൾ പുറകുവശം കാണിക്കാൻ വേണ്ടി ഞാനിവിടെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേന് കൗതുകരം നോക്കിയിട്ട് ഇതിനകത്തൊന്നും കാണുന്നില്ല. അതായത് ലൈക്ക് ഇത് എങ്ങനെ തുറക്കും എന്നുള്ളൊരു വീഡിയോ. നമ്മൾ സാധാരണ ഒരു വലിക്കുന്ന ഒരു സംഭവമാണല്ലോ. അവസാനം ഞാനിതിൻ്റെ ഓണറെ വിളിച്ച് കഴിഞ്ഞാൽ അവിടെ പെട്ടുപോയി ഗൈസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു സ്വിച്ച് തുറന്നപ്പോഴാണ് ഈ ഡോർ ഓപ്പൺ ആയിട്ട് കിട്ടിയത് കേട്ടോ. രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബാക്ക് റോയിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് റോയിലേക്ക് കയറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തം വെള്ള ആ ഒരു ഒരു ലെതറായിട്ട് വരുന്ന സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വേറൊരു ലെവലാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു വണ്ടിയെ പോലെ അല്ല, എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ റൂഫ് വരുന്നൊരു വണ്ടി ഞാൻ ലാസ്റ്റായിട്ട് കണ്ടത് സീലാണ്, BYD സീലാണ്. നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിരിക്കുന്ന സമയത്താണെങ്കിലും ചില താന്നാണ് സീറ്റ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാലിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൈ സപ്പോർട്ട്സ് കിട്ടും. ഇങ്ങനെ പൊക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൈ സപ്പോർട്ട്സ് കുറവായിരിക്കും. ടെസ്ലയെക്കുറിച്ച് ഞാൻ കുറ്റം പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സീറ്റ്സിൻ്റെ ബാക്കിലൊക്കെ വരുവാണെങ്കിൽ ചില ഹാർഡറായിട്ട് വരുന്ന പ്ലാസ്റ്റിക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട് നമുക്ക് കാണാം. പിന്നെ ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യേണ്ട ഇത് പാനലിൻ്റെ LED പാനലിൻ്റെ ഒരു എന്താ പറയുക ഡിസ്പ്ലേയുടെ കളിയാണ് കേട്ടോ. ഫുള്ള് സാധനം അതിനകത്ത് തീരുമാനിക്കുന്നത്. ഇവന്മാർ ഒരു സ്വിച്ച് പോലും ഈ വാഹനത്തിനകത്ത് വെച്ചിട്ടില്ല. ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ മണി 56 ലക്ഷം രൂപയാണ്. ഒറ്റ സ്വിച്ച് പോലെയല്ല വാഹനത്തിനകത്ത്. കംപ്ലീറ്റ് ടച്ച് പാഡിലാണ് വാഹനത്തിനകത്ത് കംപ്ലീറ്റ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വശത്തേക്ക് വേണമെങ്കിൽ AC യുടെ വെൻറ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിൽ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിതിൻ്റെ ഓണർ സജിത്തിനെ വിളിക്കാം. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് സംസാരിച്ച് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥ നമ്മളിവിടെ ഉണ്ട്. സയ്യിദ് ഭായ് നമസ്കാരം. ഓക്കെ, ആദ്യമേ നമുക്കിങ്ങനെ ഒരു വാഹനം ഇത് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി തന്നതിനുള്ള സന്മനസ്സിന് നന്ദി പറയുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പം സജിത്ത് എന്നാണ് പേര്. നാട് ശരിക്കും നാട് കുടുംബമൊക്കെ കൊല്ലമാണ്. കൊല്ലം മയിലോട് അമ്പലംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, സെറ്റിലായിരിക്കുന്നത് തൃശ്ശൂരാണ്. ആണല്ലേ. എന്താണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ? ഞാൻ മീഡിയ പ്രൊഡക്ഷൻ ആണ് ദുബായിൽ. മീഡിയ പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുറേ വർക്കുകൾ അല്ലേ, ലൈക്ക് പരസ്യ ആഡ്സ് അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെയുള്ളതാണ്, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ നാട്ടിലേക്ക് വണ്ടി ഉണ്ടെന്ന് കുറച്ച് നാളുകൂടി ഉണ്ടാവും അതോ? ഇല്ല, ഞാൻ 2 മാസത്തേക്കാണ് കുട്ടികളുടെ വെക്കേഷൻ ടൈമിലാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് 22 ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ പോകും. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പം ലൈഫിൽ ആദ്യമായിട്ടൊരു ടെസ്ല വാങ്ങിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ടെസ്ല വാങ്ങിച്ചത്? എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വന്നെന്ന് ചെയ്യുന്നത്? ഞാൻ ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷമായി. 2020 ഡിസംബർ ആയപ്പോഴാണ് ഞാനിത് വാങ്ങിയത്. ഓക്കെ, 4 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു മോഡലും കൂടെ ആണല്ലോ ഇതല്ലേ? അതെ, 2020 മോഡലാണ്. അപ്പം ഇതിന് ശേഷം ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. സൈബർ ട്രക്കിൽ വന്ന് നിൽക്കുന്നു. അതെ, ഇത് വാങ്ങാനുള്ളൊരു കാരണം ഇതിൻ്റെ ടെക്നോളജിയും ഫീച്ചേഴ്സും പിന്നെ ഒരുപാട് നാളായിട്ട് നമ്മൾ ഇതിനെ ഫോളോ ചെയ്യുന്നൊരു വാഹനമായിരുന്നു. ഓക്കെ, അപ്പം അതൊക്കെ തന്നെയാണ്. പിന്നെ ചേട്ടൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഓട്ടോണമസ് ഉള്ളപ്പം കള്ളു കുടിച്ചിട്ടൊക്കെ വണ്ടി ഓടിക്കാൻ ആ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരു സംഭവം വന്നാൽ ആദ്യം നമുക്ക് പണിഷ്മെന്റ് തരുന്നത് ഈ ടെസ്ല തന്നെയാണ്. നമ്മള് തമാശക്ക് പറഞ്ഞു, മനസ്സിലായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഉറക്കം വരുമോ അതല്ലെങ്കിൽ ആബ്സെന്റ് മൈൻഡിലോ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്ട്രൈക്ക് വരെ കിട്ടും. അതിന് വേണ്ടി മോണിറ്റർ ചെയ്യാൻ വേണ്ടി അകത്തൊരു ക്യാമറ ഉണ്ട്. നോക്കി ഞാൻ കണ്ടിരുന്നു ഇതിന്റെ താഴെ ഒരു ക്യാമറ ഉണ്ട്. ഓക്കെ, ഇപ്പോഴാണ് അതിന്റെ ഉപയോഗം മനസ്സിലായത്. ഓക്കെ, അത് നമ്മളെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യും. അപ്പം നമ്മൾ എങ്ങനെ ഈ ഓട്ടോ സ്റ്റിയറിംഗ് ഓപ്ഷൻ ആണെങ്കിലും ഓട്ടോ പൈലറ്റ് ആണെങ്കിലും എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന റോഡിലാണോ ശ്രദ്ധ എന്നൊക്കെ അവർക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി ഇതൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ചെയ്യുന്നല്ലേ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും എന്നുള്ള ഇതുള്ളത് കൊണ്ടാണ് ടെസ്ല ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ദുബായിൽ ശരിക്കും ഓട്ടോണമസ് ആയിട്ട് ഈ വാഹനം ഓടിക്കാൻ പറ്റുമോ അതോ? നിലവിൽ ദുബായിലെ റെഗുലേഷൻസ് പ്രകാരം ടെസ്റ്റിങ്ങിലാണ്. അപ്പോൾ അത് അവർ പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ FST എനേബിൾഡ് ആയിട്ടുള്ള വെഹിക്കിളാണ് നമുക്കത് അതിന് ശേഷം ഓടിക്കാം. നിലവിൽ ഓട്ടോ സ്റ്റിയർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നെങ്കിലും എൻഹാൻസ്ഡ് ഓട്ടോ പൈലറ്റ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു അഡാസിന്റെ ഒരു കൂടിയ ലെവൽ അല്ലേ? അഡാസിന്റെ കൂടിയ ലെവൽ, അതായത് ലൈനൊക്കെ കീപ്പ് ചെയ്തോളും, കീപ്പ് ചെയ്യും. ഈവൻ ഇങ്ങോട്ട് നിന്നോ ചില സർട്ടൻ സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടി ലൈൻ ചേഞ്ച് ചെയ്ത് പോകും. മുമ്പിൽ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അതിന് ഇതിന് ഓവർടേക്ക് ചെയ്യാനാണെങ്കിൽ ലൈൻ ചേഞ്ച്. ശരി, ഓക്കെ. അത് മാത്രമല്ല മീൻസ് ഒരു വേറൊരു നമുക്ക് നമ്മുടെ ഒരു സ്പീഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ നോക്കി മാറി അങ്ങ് പോകണം അല്ലേ?
പക്ഷെ നമ്മൾ എപ്പോഴും ലൈവ് ആയിട്ടിരിക്കണം അല്ലേ? നമ്മളുടെ ഒരു ഇൻപുട്ട് അതിന് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റർ എനേബിൾ ചെയ്താൽ മതി, ലൈൻ ചേഞ്ച് ചെയ്ത് പോകുള്ളൂ. ഇൻഡിക്കേറ്റർ ഒക്കെ ഓട്ടോമാറ്റിക്കലി വരുമോ അതോ ഓട്ടോ പൈലറ്റിൽ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും? ഓക്കെ. ഇതിന് നമ്മളുടെ 2020 മോഡലിൽ ഇതിന് ഒരുപാട് ലൈഡാർ സിസ്റ്റംസ് ഒക്കെ അവർ ഇൻബിൽഡ് ആയിട്ടുണ്ട്. പിന്നെ പുതിയ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നപ്പോഴത്തേന് അവർ കോസ്റ്റ് കട്ടിങ്ങിന്റെ കാര്യത്തിലാണെന്ന് ചില റൂമേഴ്സ് വരുന്നുണ്ട്. ലൈഡാറിന്റെ സപ്പോർട്ട് കുറച്ചിട്ട് അവർ ഫുള്ള് നമ്മുടെ ടെസ്ല വിഷൻ ക്യാമറാസിന്റെ സപ്പോർട്ടിലാണ് ഓട്ടോ പൈലറ്റ് ഇപ്പം പോകുന്നത്. പക്ഷേ അതിന്റെ റിലയബിലിറ്റിയും ടോപ്പ് ലെവലിൽ തന്നെയാണ് ആണല്ലേ? ശരി, ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ചാർജിങ് കാര്യങ്ങൾ പറയാം. ഒറ്റ ഫുൾ ചാർജിൽ 550 കിലോമീറ്റേഴ്സ് അല്ലേ പറയുന്നത്? 550 കിലോമീറ്റർ ആണ് നമ്മളുടെ അവരെ ഒരു ടെസ്റ്റിംഗ് സമയത്ത് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഏകദേശം ആ ഒരു കിലോമീറ്ററിലേക്കൊക്കെ നമുക്ക് അടുത്ത് കിട്ടും. ഫേവറബിൾ ആയിട്ടുള്ള വെതർ കണ്ടീഷനും ഡ്രൈവിംഗ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ, ഹിൽ ഒക്കെ വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇത് വരും. പിന്നെ നമുക്കറിയാമല്ലോ, ദുബായിലൊക്കെ ആണെങ്കിൽ ടോപ്പ് സ്പീഡിൽ പോകാൻ പറ്റുന്നതാണ്. എപ്പോഴും 260 കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡ് അറ്റൻഡ് ചെയ്യാം അല്ലേ? 0 to 100 പറയുമ്പോൾ 4.6 സെക്കൻഡ് ആണ്. 4.6 സെക്കൻഡിൽ കയറും. നമുക്ക് വേണമെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിൽ ഒരു 8000 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 0.3 സെക്കൻഡ്സ് കൂടെ ആഡ് ഓൺ ചെയ്യാം. നമ്മുടെ ഇനിഷ്യൽ ടോർക്കിൽ വലിയൊരു ഇമ്പാക്റ്റ് വരും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇതിന്റെ റേഞ്ചിന്റെ ഇമ്പാക്റ്റ് നേരത്തെ പറഞ്ഞ് നമുക്ക് എത്ര കിലോമീറ്റർ കിട്ടുന്നു എന്നുള്ളത്, അത് നമുക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 475 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 10-60 കിലോമീറ്റർ ഓടാനുള്ള ഇത് ഉണ്ട്. ഞാൻ ഇന്നേ വരെ 0 ആക്കിയിട്ടില്ല. ഓക്കെ. മിനിമം ഏറ്റവും ലീസ്റ്റ് പോയിട്ടുള്ള 6% ആണ്. ആണല്ലേ? നമുക്ക് ഇനി വാഹനത്തിനകത്തേക്ക് ഒന്ന് പോകാം. അതിനകത്താണല്ലോ മൊത്തം പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന് കൂടുതൽ വിശേഷങ്ങൾ സയ്യിദ് ഭായ് പറയും. സയ്യിദ് ഭായ് നേരത്തെ പറഞ്ഞപ്പോൾ ഒറ്റ സ്വിച്ച് പോലും വാഹനത്തിന് കാണാറില്ല, ഒറ്റ ഈ സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും എല്ലാം പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് കുറെ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. പറ്റുന്ന പെട്ടെന്ന് പറയാം. ഇതിൽ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ചേട്ടൻ ഇത് ഇവിടെ വെച്ചിട്ടാണല്ലോ ഓപ്പൺ ചെയ്തത്. വണ്ടി ഓടിക്കാൻ വേണ്ടി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, ഇപ്പൊ മൊബൈൽ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, ഇത് ലിങ്ക് ചെയ്ത മൊബൈൽ ഇല്ലെങ്കിൽ, ഇത് കണ്ട് ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ടൊരു സ്ഥലമുണ്ട്, കാർഡ് പ്ലേസ് ചെയ്യാൻ. അവിടെ എങ്ങനെ കൊണ്ട് കാർഡ് വെക്കണം? ഇവിടെ ഇങ്ങനെ കാർഡ് വെക്കണം. പിന്നെ നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് പൊസിഷനിലേക്ക്, ഇപ്പോൾ അതിന് മെമ്മറി ഉണ്ട്, സീറ്റും സ്റ്റിയറിംഗും ഒക്കെ. ഇവിടെ സജിത്ത് എന്ന് പറഞ്ഞ് നമുക്കൊരു ഡ്രൈവേഴ്സിനെ ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പിന്നെ നമുക്ക് ഈ ബ്രേക്ക് ചവിട്ടിയിട്ട് ഈ ഇതുണ്ടല്ലോ, ഈ സ്വിച്ച്, ഇത് താഴോട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് പോകും. ഈ കാണുന്ന ഈ ഒരു സ്ക്രീൻ ആക്ച്വലി തേർഡ് പാർട്ടിയാണ്, ഞാനത് വേറെ വാങ്ങി വെച്ചത്. ഇങ്ങനെ ഒരു സംഭവം ഇല്ല യഥാർത്ഥത്തിൽ. ടെസ്ലയ്ക്ക് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഇത് ഞാനൊരു കൗതുകത്തിന്റെ പുറത്ത് വാങ്ങി വെച്ചതേ ഉള്ളൂ. ഇതിന്റെ ആവശ്യമില്ല. പിന്നെ ചിലർക്ക് ഇവിടെ നേരെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇവിടെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇത് കണ്ട ഇവിടെ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകും. പിന്നെ കാലെടുത്ത് നമ്മൾ നോർമൽ വണ്ടി ഓടിക്കുന്ന പോലെ ആക്സിലറേറ്റർ ചവിട്ടിയാൽ നമുക്ക് ഗ്രാജുവലി പോകാൻ പറ്റും. ഇതിൽ തന്നെ ഞാനിപ്പം ഇനിയിപ്പോൾ വണ്ടി എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാം, പാർക്കിംഗ് മോഡ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പാർക്കിംഗ് മോഡിലേക്ക് മാറും. പിന്നെ ഈസി എക്സിറ്റ് ആൻഡ് എൻട്രി, ഇതിലേക്ക് സീറ്റ് അഡ്ജസ്റ്റ് ആവും. ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മളുടെ ഈ മോണിറ്ററിലാണ് ബാക്കി സംഭവങ്ങൾ വരുന്നത്. അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം പ്രീമിയം കണക്ടിവിറ്റിയാണ്. അത് നമുക്ക് ഇവിടെ UAE മാത്രമേ കറൻ്റ്ലി അവൈലബിൾ ഉള്ളൂ. അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ഫുള്ള് അവർ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഇതിന് കൊടുക്കുന്നുണ്ട്. 4G ആണെങ്കിലും ഹൈ സ്പീഡ് നമുക്ക് നെറ്റ്ഫ്ലിക്സും എല്ലാം. അതെ. മാത്രമല്ല ഈ നമ്മളുടെ ഈ വീഡിയോ, ഇവിടുത്തെ വീഡിയോ, ചുറ്റുമുള്ള എല്ലാ വീഡിയോ അവരുടെ സെർവറിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. അതിന് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് വേണം. അതുകൊണ്ടായിരിക്കണം ഇലോൺ മസ്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഈ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ പ്രീമിയം കണക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഫ്രീ ആണ്. ഇപ്പോൾ അവർക്ക് ഡാറ്റയാണ് പുതിയ ഫ്യൂവൽ എന്ന് പറയുമല്ലോ. ഇപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈവിംഗ് രീതി, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം അവരുടെ സെർവറിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അവരുടെ ഓട്ടോണമസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് വേറൊരു പാർട്ടിക്ക് കൊടുക്കത്തുമില്ല. അതുകൊണ്ടാണ് ഇവരുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ പ്ലേ ഒന്നും കിട്ടത്തില്ല.
ഈ ഒരു ഫെസിലിറ്റി അതിൽ കൊടുത്തിരിക്കുന്നത്. അവരുടെ ഡേറ്റ പുറത്തു പോകുന്ന അവർക്ക് ഇഷ്ടമല്ല. കാര്യം അങ്ങനത്തെ ഫോണും അങ്ങനത്തെ കണക്ടിവിറ്റി ഒന്നും ഇവരുടെ കണക്ടിവിറ്റി അത് ഈ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഇല്ലാതെ വരാൻ വേണ്ടിയാണ്. നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് പാട്ടൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറ്റും. അതിന് നമുക്ക് സ്പോട്ടിഫൈ ഉണ്ട്, നമ്മുടെ മൊബൈല് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. അതൊക്കെ വേറെ ഡാറ്റ പരിപാടി ഒന്നും അവർ തൊടാൻ സമ്മതിക്കില്ല. അറിയാൻ പറ്റും നമ്മൾ എവിടെ പോയി എങ്ങനെ നിൽക്കുന്നത് പറയുമ്പോൾ അവര് അവർക്ക് പോലും കാണത്തില്ല എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെന്നൊക്കെ പറയുന്നെങ്കിലും വേണമെങ്കിൽ അവർക്ക് ഇത് ചെയ്യാം. പക്ഷെ നമ്മളുടെ ഏതെങ്കിലും ഗവൺമെന്റ് അതോറിറ്റി നമ്മളുടെ ഇതിന്റെ ഡേറ്റാസ് ആവശ്യപ്പെട്ടാൽ പോലും ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട് നമ്മുടെ വണ്ടിയുടെ ഒരു പേഴ്സണൽ ഡേറ്റ അവർ കൊടുക്കാനായിട്ട്. ഒരുപക്ഷെ അത്ര ഈസി ആയിട്ടൊന്നും ഒരു ഗവൺമെന്റിന് പോലും ഇവർ ഈ ഒരു ഇത് കൊടുക്കില്ല. അങ്ങനെ ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ പോളിസി ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന പോലെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ താഴെ കാണാം. അവിടെ അനവധി സോഫ്റ്റ്വെയർസുകളും ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിൽ ഒന്ന് ക്യാമറ ഉണ്ട്, ഡാഷ് ക്യാം ഉണ്ട്. ഈ ഡാഷ് ക്യാം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ USB ഡ്രൈവ് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവിൽ നമുക്ക് ഡേറ്റാസ് എല്ലാം കണക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് സെൻട്രി മോഡിൽ ഒരു സർട്ടൻ ബാറ്ററി പെർസെൻറ്റേജ് നമുക്ക് ഡ്രോ ആവും. അത് നമ്മളുടെ ഇവിടുത്തെ സിറ്റുവേഷനിൽ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുന്നത്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഈ ക്യാമറാസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. 2 പില്ലറുകളുടെ ഇടതും വലതുമായിട്ടുള്ള പില്ലറുകളുടെ ക്യാമറയാണ് ഇവിടെ കാണുന്നത്. ഇത് ബാക്ക് സൈഡ്. ഇനിയിപ്പം നമുക്ക് കൂടുതൽ ക്യാമറാസ് കാണണമെങ്കിൽ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ വ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വേണ്ട, ഇതിപ്പോ നമ്മളുടെ ഫ്രണ്ട് ഇലോൺ മസ്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമറയാണ് ഇത്. പിന്നെ മെയിൻ ക്യാമറ, അതെല്ലാം ക്യാമറ ഏകദേശം 9ഓളം ക്യാമറ ഉണ്ട്. ഇത് ഫ്രണ്ടിലത്തെ ക്യാമറ, ഇത് ഫ്രണ്ടിലത്തെ വൈഡ് ക്യാമറ. അപ്പം ഞാൻ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി അത്രയും ഫുള്ളി ക്യാമറകൾ നിറച്ചുകൊണ്ട് ഇതെല്ലാം CCTV പോലെ വർക്ക് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ക്യാമറയാണ്. ചുറ്റും ക്യാമറയാണ്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കാറാക്കി മാറ്റുന്നതിൻ്റെ ഒരു കാര്യം, ഇതിനകത്ത് ടോയ് ബോക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അനവധി പെയിന്റിങ് വേണോ, അല്ലെങ്കിൽ ലൈറ്റ് ഷോ വേണോ, മ്യൂസിക് ഉണ്ടാക്കണോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പറയുന്ന കാര്യം അതിന് തന്നെ സമയം വേണം. പിന്നെ നമുക്ക് ഇതുള്ളത് ഗെയിമുണ്ട്. ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനവധി ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ ഈ ഗെയിം ഞാനൊരു ഉദാഹരണത്തിന് ഇടുകയാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഒരുപാട് ചാർജ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബോറടിക്കാതിരിക്കും. ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതാണ് ഇതിന്റെ ഗെയിമിംഗ് എന്ന് പറയുന്നത്. എൻ്റെ മക്കൾക്ക് എസ്പെഷ്യലി എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഇത് നമ്മളുടെ ടെസ്ല തന്നെയാണ്. ഈ ടെസ്ല വെച്ചിട്ട് നമുക്ക് റേസിനൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒന്നുകിൽ നമ്മളുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷെ ഞാൻ പിള്ളേർക്ക് അത് കൊടുക്കാറില്ല. കാര്യം ഈ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമ്മുടെ ടയറും കറങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോ ഇങ്ങനെ എനിക്ക് കളിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ കളിക്കാൻ പറ്റും. പിന്നെ അടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ PS4-ന്റെ ഇത് എന്തോ കൺട്രോളർ വെച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. അതാണ് ഒരു സംഭവം. പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇന്റർനെറ്റ്, നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ പ്രീമിയം കണക്ടിവിറ്റി ഉണ്ടാവുമല്ലോ. ഇന്റർനെറ്റ് വെച്ചിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം ഇത് ചെയ്യാം. എൻ്റെ ഫോൺ ഇതുവരെ കണക്ട് ആയിട്ടില്ല. ഓക്കെ, എനിവേ അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൂവി തിയേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് എടുക്കാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സിനിമകളൊക്കെ കാണാം. അവിടെ ദുബായിലാണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇന്റർനെറ്റിനൊന്നും പൈസ ആവത്തില്ലല്ലോ. ഇപ്പോൾ വണ്ടി എവിടെ നിൽക്കുന്നത്, ഇവിടെ ഇപ്പോൾ നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്.
അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മളുടെ ബാക്കിയുള്ള ചാർജിങ് എത്ര ഇത് വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം, എത്ര ആംബിൽ ചാർജ് ചെയ്യണം, എത്ര സ്പീഡിൽ ചാർജ് ചെയ്യണം, പിന്നെ ചാർജിങ് പോർട്ട് ഓപ്പൺ ചെയ്യുന്ന സംഭവങ്ങൾ. ചാർജിങ് പോർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് കാണിച്ചാലും അത് കാണിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഇതിന്റെ ഒരു നമ്മുടെ ഇന്ത്യയിലുള്ള അതേ പോർട്ട് തന്നെയാണോ? ഇതിന്റെ ചാർജിങ് പോർട്ട് എന്ന് പറഞ്ഞാൽ CCS2 ഉണ്ട്. പിന്നെ നമ്മുടെ ആ CCS2 ഉള്ള എല്ലാ വെഹിക്കിളിനും നമ്മുടെ Type 2 ചാർജർ ആയിരിക്കും വരുന്നത്. അപ്പം എത്ര സ്പീഡ് വരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമായിരിക്കും? ചാർജിങ് 240 kW/h വരെ നമുക്ക് മാക്സിമം ചാർജ് ചെയ്യാം. നമുക്ക് ഇവിടെ എങ്ങനെ ചാർജ് ചെയ്യാൻ, എവിടെ കൊണ്ട് ചാർജ് ചെയ്യുന്ന വേണ്ടി? ഇവിടെ ഞാൻ കൂടുതലും ഗോ ഈസി അവരുടെ ചാർജിങ് ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഇതില്ല, ഗ്ലിച്ചസ് ഇല്ല. അവരുടെ സോഫ്റ്റ്വെയർ ഒക്കെ ഭയങ്കര സുഖമാണ്. നമുക്ക് ഇതേവരെ എനിക്ക് അവിടെ ചെന്നിട്ട് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാതെ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല. പക്ഷേ KCB ചില സ്ഥലത്തൊക്കെ പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ചാർജിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവോക്കിന്റെ അതും വളരെ മികച്ച ഇതാണ്. അതിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് ഈ ഈസിഗോ ആണ്, അല്ല ഗോ ഈസിയോ. അതെ, ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് മുഴുവൻ കാണിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓട്ടോ പൈലറ്റും സംഭവമൊക്കെ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. അടുത്തൊരു ഡ്രീം വെഹിക്കിൾ സൈബർ ട്രക്ക് ആണോ? അല്ല, മോഡൽ എക്സ് ആണ്. മോഡൽ എക്സ് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവിടെ കൊണ്ടുവരണം. അതെ, തീർച്ചയായും. സൈബർ ട്രക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞേ? താല്പര്യമില്ലാത്തതിന്റെ അല്ല, എനിക്ക് ആദ്യമേ മോഡൽ എക്സ് ഇഷ്ടമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അത് വാങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് മോഡൽ 3 എടുത്തു. ഇപ്പോ സൈബർ ട്രക്ക് എടുക്കാനുള്ള സിറ്റുവേഷൻ അല്ല, അതുകൊണ്ട് മോഡൽ എക്സ് നമുക്ക് ഇത് ചെയ്യാൻ കിട്ടാനുള്ള എളുപ്പമുണ്ടല്ലോ. അപ്പൊ അതെടുക്കാം. എന്നെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ഇത് വരുവാണെങ്കിൽ ചെയ്യാം. ഇലക്ട്രിക് കാറിനോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇപ്പൊ എന്റെ ബാക്കി എല്ലാ വണ്ടികളും ഞാൻ അവിടെ BYD ആറ്റോ 3 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഇവിടെ ടാറ്റ പഞ്ച് EV എടുത്തിട്ടുണ്ട്. എനിക്ക് സ്കൂട്ടർ ഉള്ളത് ഓല ഇലക്ട്രിക് ഉണ്ട്. അപ്പം മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഇതെല്ലാം എന്റെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇട്ടിട്ടുണ്ട്. കൺസ് വേൾഡ് എന്ന KANZ KE അല്ല KANZ വേൾഡ്. അതെ, ആർക്കെങ്കിലും ഇഷ്ടമുള്ളവരോ ഒന്ന് കയറി നോക്കട്ടെ. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ. കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആയിരിക്കണമെന്നില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോട്ടെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ചേട്ടന്റെ ചാനൽ ചെയ്തത് നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളെ പോലുള്ളവരെ വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യുന്ന വർഷങ്ങളായിട്ട്. നമ്മളെ ഈ നാട്ടിലത്തെ പല കാര്യങ്ങളും അറിയുന്നത് നിങ്ങളെ പോലുള്ള ആളുകളുടെ ചാനൽസ് കാണുമ്പോഴാണ്. എന്തായാലും കീപ് ഡൂയിങ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാ. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബിൻ ഷോ.